ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് വിഷു സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നമ്മ ഈ പൈനാപ്പിളിനെ മുണ്ടച്ചക്ക എന്ന് പറയല്. മുണ്ടച്ചക്ക തെക്കൻ ജില്ലകളിൽ കൈതച്ചക്ക എന്നെല്ലാം പറയും തോന്നുന്നു. ഇത് നാട്ടിൽ നിന്ന് വരുന്ന പൈനാപ്പിളാണ്. സാധാരണ ഇവിടെ കൂടുതലും വേറെ കൺട്രീസിൽ നിന്നെല്ലാം വരുന്ന പൈനാപ്പിളാണ് കിട്ടല്. നാട്ടിലത്തെ പൈനാപ്പിളിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ. ഇതിന്റെ പകുതി എടുക്കാൻ വേണ്ടി നടുക്കേ മുറിക്കാം. നല്ല മൂർച്ചുല കത്തിയെടുക്കാം. ഇതിന്റെ മണം അടിക്കുമ്പോ എനിക്ക് നാട്ടിൽ പോയൊരു സുഖമാണ്. ഇതിന്റെ ഈ ഒരു ഭാഗമാണ് ഞാനിപ്പം പുളിശ്ശേരി വെക്കാൻ എടുക്കുന്നത്. ഇത് തൊലി കളഞ്ഞ് മുറിച്ചെടുക്കാം. ആദ്യം ഇതിന്റെ സൈഡ് മുറിച്ച് മാറ്റാം. ഇതിന്റെ തൊലി കളയാം. നല്ല മൂർച്ചുല കത്തിയെടുത്താൽ എളുപ്പത്തിൽ തൊലി കളയാൻ കിട്ടും. എല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ ഡാർക്ക് കളർ ഭാഗം കളയാൻ എളുപ്പത്തിന് ഇങ്ങനെ വട്ടത്തിൽ മുറിക്കുന്നേ. ഇനി ഈ ഡാർക്ക് കളർ ഭാഗം ഇങ്ങനെ മുറിച്ച് കളയാം. ഇതിന്റെ സൈഡത്തെ ഡാർക്ക് കളർ ഭാഗമെല്ലാം മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിനി കഷ്ണാക്കാം. ഞാൻ മുറിക്കാം. മുറിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കാട്ടാ. ഇങ്ങനെ മുറിച്ചിട്ട് ഇതിനെ മൂക്ക് പറയും. തെക്കൻ ജില്ലകളിൽ കൊഞ്ഞല് എന്നാ തോന്നുന്നു പറയല്. ഈ ഭാഗം മുറിച്ച് കളയാം. ഇതിനി ഇങ്ങനെ മുറിക്കാം. ബാക്കിയുള്ള പീസും കൂടെ ഇതേപോലെ മുറിച്ചെടുക്കാം. പൈനാപ്പിൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതിലേക്ക് ഇത് വേവാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി 1/4 ടീസ്പൂണിന്റെ പകുതി ചേർത്താൽ മതി. ഇതിന് അടച്ച് വേവാൻ വെക്കാം. പൈനാപ്പിൾ വേവുമ്പോഴേക്ക് പുളിശ്ശേരിയിലേക്ക് ചേർക്കേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1/4 കപ്പ് ഉണ്ടാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. എരിവിന് വേണ്ടി പച്ചമുളകോ കാന്താരി മുളകോ ചേർക്കാം. ഞാനിപ്പോ ഒരു 7 കാന്താരി മുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോ പൈനാപ്പിൾ പാകത്തിന് വെന്തിട്ടുണ്ട്. അടക്ക ഞാൻ തുറന്ന് 1-2 വട്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ഉരുക്കിയത് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഈ പൈനാപ്പിൾ അത്യാവശ്യം നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. അതുകൊണ്ട് കുറച്ച് 1 ടീസ്പൂൺ ചേർത്തത്. മധുരം കുറവില്ല പൈനാപ്പിളാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് തേങ്ങ അരച്ചെടുത്ത് ചേർക്കാം. ഈ തേങ്ങേൻ്റെ കൂടെ തന്നെ തൈരും ചേർത്ത് മിക്സ് ചെയ്യും. ചിലപ്പോൾ തൈര് ചേർക്കുമ്പം പിരിഞ്ഞ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്ത് ചേർക്കുന്നത്. ഇനി തേങ്ങ അരച്ച് ഇതേ ജാറിലേക്ക് പുളിശ്ശേരിയിലേക്ക് ചേർക്കേണ്ട തൈരിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നല്ല പുളിയുള്ള തൈരാണ്. ഏകദേശം ഒരു 1/2 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഏകദേശം ഒരു 2-3 സെക്കൻഡ് അടിച്ചെടുത്താൽ മതിയാവും. തൈര് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തൈര് പൈനാപ്പിൾ വേവിച്ചതിലേക്ക് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. നേരത്തെ പൈനാപ്പിൾ വേവിക്കുമ്പോൾ ചേർത്ത ഉപ്പേ ഇല്ലു. പിന്നെ വേറെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി തീ കത്തിച്ച് ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി ചൂടാക്കാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പം നല്ലോണം ചൂടായി സൈഡിൽ നിന്ന് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം തിളക്കാൻ പാടില്ല. പതഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ സൈഡിൽ നിന്ന് തിള വരുമ്പം തീ ഓഫ് ചെയ്യുക. ഞാനിപ്പോ തീ ഓഫ് ചെയ്യലായി. നല്ല അടിപൊളി ടേസ്റ്റിൽ വിഷു സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയാണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം.
അതിനു മുമ്പ് ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ടേസ്റ്റിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റ് ആണ്. ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും 1-2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പുളിശ്ശേരിയിലേക്ക് ചേർക്കാം. ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.